ചെറിയ ചെറിയ ചിലവുകളെ സൂക്ഷിക്കുക. ഒരു ചെറിയ ചോർച്ചയ്ക്ക് ഒരു വലിയ കപ്പലിനെ മുക്കിക്കളയാൻ സാധിക്കും. വിഡ്ഢിയാക്കപ്പെടുകയാണെന്ന് അറിഞ്ഞിട്ടും വിഡ്ഢിയായി ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. എത്ര പറ്റിക്കപ്പെട്ടാലും പറ്റിച്ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ. ചില സമയങ്ങളിൽ വിഡ്ഢി എന്നതിന് സ്നേഹം എന്നുകൂടി അർത്ഥമുണ്ട്. കുറ്റബോധങ്ങൾ ഇല്ലാത്ത ഭൂതകാലവും ആത്മവിശ്വാസം ഉള്ള വർത്തമാനകാലവും ഭയപ്പാടില്ലാത്ത ഭാവി നൽകും. നമ്മൾ ദുർബലനാണെന്ന് പറയാൻ അവർക്കും അല്ലെന്ന് തെളിയിക്കാൻ നമുക്കും അവകാശമുണ്ട്. നമ്മുടെ മുറിവുകളിൽ കുത്തി നോവിക്കാനായി അവസരം കാത്തിരിക്കുന്നവരുടെ മുന്നിൽ ഒരിക്കലും മനസ്സിൻ്റെ വാതിലുകൾ തുറന്നിടരുത്. ലക്ഷ്യമില്ലാതെ തൊടുക്കുന്ന അമ്പ് പോലെയാണ് ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ. ആയുധം കൊണ്ട് മുറിയുന്നത് ശരീരമാണെങ്കിൽ വാക്കുകൾ കൊണ്ട് കീറി മുറിയുന്നത് മനസ്സായിരിക്കും. ദേഷ്യത്തെ പേടിക്കേണ്ട, അത് സ്നേഹം കൊണ്ടാണ്. പക്ഷേ അവഗണനയെ പേടിക്കണം, കാരണം അത് വെറുപ്പ് കൊണ്ടാണ്. ചേർത്തു പിടിക്കാൻ കൈകൾ തന്നെ വേണമെന്നില്ല. സ്നേഹത്തോടെ പറയുന്ന ഓരോ വാക്കും ഓരോ ചേർത്തു പിടിക്കലുകളാണ്. നെഗറ്റീവ് വ്യക്തികളിൽ നിന്നും അകന്നു നിൽക്കുക. ഓരോ പരിഹാരത്തിനും അവർ പുതിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്. ഈ ലോകത്തിൽ ഒന്നും സ്ഥിരമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികമായി വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം സാഹചര്യം എത്ര മോശമായാലും മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പ്രായം എന്നത് വർഷങ്ങളുടെ കടന്നുപോക്കാവരുത്. അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിലെയും ഉദയത്തിലേക്കുള്ള ഓരോ കാൽവെപ്പുകൾ ആയി തീരണം. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചാൽ ജീവിതം കുറെ കൂടി എളുപ്പമാകും. സംസാരം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ബന്ധങ്ങളും അവസാനിച്ചുകൊണ്ടിരിക്കും. നമുക്കൊരു തളർച്ച വന്നപ്പോൾ തിരിഞ്ഞു നോക്കാത്ത മനുഷ്യരുണ്ടല്ലോ, അവരെ ഒരിക്കലും വീണ്ടും വിശ്വസിച്ചു പോകരുത്. ഒരു സാഹചര്യത്തെയോ വ്യക്തിയെയോ ഓർത്ത് ഭയപ്പെടരുത്. കാരണം നിങ്ങളുടെ പ്രതികരണമില്ലാതെ രണ്ടിനും നിങ്ങളെ ഒന്നും ചെയ്യാനാകില്ല. ശരിയായത് എല്ലായ്പ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടുന്നതാകട്ടെ എല്ലായ്പ്പോഴും ശരിയുമല്ല. നമുക്ക് വേണ്ടി മറ്റൊരാൾ കണ്ടെത്തുന്ന സമയമാണ് നമുക്ക് അയാൾ കൽപ്പിക്കുന്ന മൂല്യം. വിജയം നേടാൻ ശ്രമിക്കുക. അസൂയയെ മാറ്റി നിർത്തുക. അറിവ് സമ്പാദിച്ചുകൊണ്ടിരിക്കുക. സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. ജീവിതം എല്ലായ്പ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുൻപോട്ട് നീങ്ങിയെന്ന് വരില്ല. മനോഭാവം നിങ്ങളുടെ ജീവിത വിജയത്തെ സ്വാധീനിക്കും. നമുക്ക് നല്ല ജീവിതമോ ചീത്ത ജീവിതമോ നൽകിയിട്ടില്ല. നമുക്കൊരു ജീവിതം നൽകിയിട്ടുണ്ട്. അത് നല്ലതോ ചീത്തയോ ആക്കേണ്ടത് നമ്മളാണ്. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ അല്ല. മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ്. ആരുടെയും മുന്നിൽ വ്യക്തിത്വം അടിയറവ് വയ്ക്കരുത്. നമ്മുടെ വ്യക്തിത്വം മാനിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണോ, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ചെയ്യുക. ചെയ്യാൻ വലുതായി ഒന്നും ഇല്ലാത്തതല്ല, ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതാണ് തെറ്റ്. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ വേണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത്. കാരണം അവർക്ക് അവർ സ്നേഹിക്കുന്നവർ കൂടെ വേണമെന്നാകും ആഗ്രഹം. ചെറിയ ചെറിയ വാശികൾ നല്ലതാണ്. ആരെയും തോൽപ്പിക്കാനല്ല, നമുക്ക് ജയിക്കാനുമല്ല, സ്വന്തം നിലപാടിൽ ജീവിക്കാൻ. ദിവസങ്ങൾ കഴിയുമ്പോൾ ചിലരുടെ മനസ്സിൽ നമ്മുടെ സ്ഥാനം എന്തായിരുന്നു എന്ന് അവർ തെളിയിച്ചു തരുന്നു. മിണ്ടാൻ താല്പര്യമില്ലാത്തവരെ ഒരു വാക്കുകൊണ്ട് പോലും ബുദ്ധിമുട്ടിക്കരുത്. അവർ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് മിണ്ടട്ടെ. ആർക്കും നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നല്ലവനല്ല എന്നല്ല, നിങ്ങൾ ഇനിയും ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചിട്ടില്ല എന്നാണ്. എനിക്കില്ലാത്തത് നിനക്കും വേണ്ട എന്നല്ല, പകരം എനിക്ക് കിട്ടാതെ പോയത് നിനക്ക് കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് നാം മനുഷ്യരാവുന്നത്. സ്നേഹിക്കുന്നെങ്കിൽ ഇരുട്ടിനെ സ്നേഹിക്കുക. കാരണം ഒന്ന് കണ്ണടച്ചാൽ മതി, അത് എപ്പോഴും നമ്മളോടൊപ്പമുണ്ടാകും. ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത്. ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും, ഇല്ലാത്തവർ പോകേണ്ടവരാണ്. പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല. മരണം കൊണ്ടുപോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ,
അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരു പിടി നല്ല ഓർമ്മകളുമാണ്.